1 മിനിറ്റ് ആയി ഓപ്പണായിട്ട്. സമയം 9:31 US ടൈം. നാട്ടിൽ നമ്മുടെ സമയം 7:01 PM. സോ നമുക്കൊന്ന് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കാം. S&P 500 ഇന്ന് സൈഡ് വൈസ് പോലെ തോന്നുന്നു. WFC സിസ്കോ ഒരു 5 മിനിറ്റ് റിവ്യൂ ട്രൈ ചെയ്യുവാണ്. 39 ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ്. പ്രൈസ് എക്സിക്യൂട്ട് ആയിട്ടില്ല. ഓക്കെ, അത് ക്യാൻസൽ ചെയ്തു. നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല, സോറി. അടുത്തൊരു 15 മിനിറ്റ് ബൈ സെറ്റപ്പിലൊക്കെയാണ്. 15 മിനിറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, സ്പേസ് ഉണ്ട് അങ്ങോട്ട് പോകാനെ കൊണ്ട്. 15 മിനിറ്റ് ലോ 28 34. ഓക്കെ, ട്രിഗർ ആയിരിക്കുന്നത് 33-ലാണ്. ഒരു 15 മിനിറ്റ് ചാർട്ടിലാണ് ഈ കളി. 33. സോ അതിൻ്റെ ലോ വരുവാണെങ്കിൽ നമ്മൾ ഔട്ടാകുന്നതായിരിക്കും. മുപ്പത്തി 43 ആകുമ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ പോകും. തിരിച്ചു പോകും. അതെ, ചേരണ്ട, മുന്നോട്ട് പോയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടോ. 43 നമ്മുടെ. ഇപ്പോൾ നമ്മൾ 33 നമ്മുടെ ബ്രേക്ക് ഈവൻ ആൻഡ് ടേക്ക് സം പ്രോഫിറ്റ്. പ്രൈസ് എക്സിക്യൂട്ട് ആവുമെന്ന് അറിയില്ല. ഇനി ഒരു പുഷ് ഉണ്ടോ? ഇനി പുഷ് ഉണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ. മുപ്പത്തിമൂന്ന് 43 നമ്മൾ 1-to-1 റൺ എടുക്കുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് എത്ര എണ്ണമാണ് ഇവിടെ ഞാൻ ഇട്ടത് എൻട്രി. ഫാന്റാസ്റ്റിക്. സോ അത് ഞാൻ ഈ എടുത്തു, 1-to-1 എടുത്തു. കാരണം കണ്ടോ, അത്രയും വലിയൊരു മൂവ്മെൻ്റാണ്. ഒരു റെസിസ്റ്റൻസിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക, ഒരു 50-50 ചാൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ റെസിസ്റ്റൻസിൽ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാം, വെയിറ്റ് ചെയ്യണമായിരുന്നു. ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാമായിരുന്നു. എനിവേ, ആ ട്രേഡ് കഴിഞ്ഞു. ഇനി ഒരു പുൾ ബാക്ക് അതിൽ തരുവാണെങ്കിൽ അടുത്തൊരു ബൈ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം.
ഈ ഒരു മെത്തേഡ് ട്രേഡ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുതെ എടുത്തതല്ല ആ ട്രേഡ് കേട്ടോ. ആ ട്രേഡ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കുന്നത് നമ്മൾ വെറുതെ ചാടിക്കറി, അതൊരു ഗിവ് ബാക്ക് പ്ലാൻ ആണ് പറയുന്നത്. അതായത് ഒരു ഗിഫ്റ്റ് സെറ്റപ്പ്, ഒരു സ്ട്രാറ്റജിയാണ്. അത് 5 മിനിറ്റിൽ നമ്മൾ എടുക്കാം, 2 മിനിറ്റിൽ എടുക്കാം. 5 മിനിറ്റിൽ നമ്മളിവിടെ ആയിരുന്നു, നമ്മുടെ പ്രൈസ് ട്രിഗർ ആയില്ല. അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അത് ബുള്ളിഷ് ക്യാൻഡിൽ എല്ലാ ബുള്ളിഷ് ക്യാൻഡിലും നമുക്ക് പറ്റില്ല. ഇത് എലിഫൻറ്റ് ക്യാൻഡിൽ എന്നാണ് പറയുന്നത് നമ്മൾ. എല്ലായിടത്തൊന്നും ഇല്ല. 200 അതായത് 200 MA എന്ന് വെച്ചാൽ പവർഫുൾ ഒരു MA ആണ്. ആ ഒരു MA നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്നൊരു ബാറാണ്. അപ്പോൾ ഒരു ഹൈ പ്രോബിലിറ്റിയാണ് അത് മൂവ് ചെയ്യാൻ, കണ്ടോ. അതുപോലെ തന്നെയാണ് അത് പോയത്, കണ്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ആക്ച്വലി റിസ്ക് ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ ഒരു മെയിൻ മാസ്റ്റർ മൂപ്പർ എടുക്കുന്നത്. സ്റ്റോപ്പ് ഇവിടെ ആയിരിക്കും പുള്ളി ആയിരക്കണക്കിന് ഷെയർ ഇട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക് എന്ന് വെച്ചാൽ വെറും 100 ചെറിയ റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് അത്രയും റിസ്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് റിസ്ക് എന്ന നിലയിലാണ് ഈ ഒരു ബാറിൻ്റെ ലോയ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ബാറിൽ തന്നെ നമുക്ക് 2 to 1 3 to 1 നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു ആൾട്ടർനേറ്റീവ് സ്റ്റോപ്പ് എന്നാണ് അതിന് പറയുന്നത്. സോ അത് നമുക്ക് 5 മിനിറ്റിലും ചെയ്യാം. എല്ലാ ടൈം ഫ്രെയിമും വ്യത്യാസമില്ല, ഏത് ടൈം ഫ്രെയിമിൽ വേണം നമുക്ക് ചെയ്യാം. ഇത് 5 മിനിറ്റ് ഞാനത് ആ സെയിം സ്ട്രാറ്റജി തന്നെ 15 മിനിറ്റിൽ ട്രൈ ചെയ്തതാണ്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. പക്ഷേ ഇത് എല്ലാ റെസിസ്റ്റൻസ് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ മൊത്തം ബ്രേക്ക് ചെയ്തിട്ടാണ് അത് ഇവിടെ ക്ലോസ് ചെയ്തത്. അടുത്ത റെസിസ്റ്റൻസിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ക്യാൻഡിൽ 15 മിനിറ്റിൽ ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ എടുക്കത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ആ റെസിസ്റ്റൻസിൽ കുറച്ച് സ്പേസ് ഉണ്ടായതുകൊണ്ടാണ്, ഒരു 1 to 1 സ്പേസ് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് എടുത്തത് തന്നെ. സോ കഴിഞ്ഞു. നമുക്ക് ഉറപ്പില്ലാത്ത ട്രേഡുകൾ പരമാവധി ഒഴിവാക്കുക. ഉറപ്പില്ലാത്ത ട്രേഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രാറ്റജി ആണെങ്കിൽ കൂടി, ഇപ്പോൾ ആ ഒരു ട്രേഡ് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചത്, നമുക്ക് മാർക്കറ്റ് ശരിക്കും പറയാം നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം റൈസിങ് 20 MA, റൈസിങ് ഒരു 8 MA റൈസ് ചെയ്ത് തുടങ്ങി. പക്ഷേങ്കിൽ നമ്മൾ 15 മിനിറ്റിൽ നോക്കി കണ്ടു അവിടെ മൊത്തം ഒരു റെസിസ്റ്റൻസ് സോണാണ്. സോ അതുകൊണ്ട് നമ്മളതിനെ അവോയ്ഡ് ചെയ്യണം നമ്മുടെ റൂൾ പ്രകാരമാണെങ്കിൽ കൂടി. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ട്രേഡെല്ലാം ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 2 വർഷം മുമ്പ് ഈ ട്രേഡെല്ലാം എടുത്തെടുത്ത് നമ്മൾ ഓരോ ട്രേഡും എഴുതിയിട്ട് വീക്കെൻഡിൽ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും എന്തിന് ഞാൻ ഈ റെസിസ്റ്റൻസിലോട്ട്. അപ്പോൾ ഞാൻ മിസ്റ്റേക്ക് ചെയ്ത് റെസിസ്റ്റൻസിലോട്ട് വാങ്ങിക്കുന്ന 3/4 ട്രേഡുകളും വർക്കൗട്ട് ആകാറില്ല. സപ്പോർട്ടിലോട്ട് സെല്ല് ചെയ്യുന്നത് 3/4 വർക്കാണ്. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ ട്രേഡുകൾ. ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഏകദേശം 10-12 സ്ട്രാറ്റജികൾ ഒരുപാടുണ്ടെങ്കിലും പക്ഷേ കോൺസെപ്റ്റ് സെയിം ആണ്. അതായത് ഒരു പ്രത്യേക കൺസെപ്റ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജീസാണ് ഇതെല്ലാം. ഞാൻ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടും അതിനകത്തിൽ എനിക്ക് വർക്കൗട്ട് ആകുന്ന 1-2 സ്ട്രാറ്റജികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും എനിക്ക് വർക്കൗട്ട് ആകുന്നില്ല, എന്തോ എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് അവർക്ക്. അപ്പോൾ എനിക്ക് വർക്കൗട്ട് ആകുന്ന 1-2 സ്ട്രാറ്റജികൾ മാത്രമാണ് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സോ എല്ലാവർക്കും വർക്കൗട്ട് ആണോന്നില്ല. കാരണം ഓരോരുത്തരുടെ ക്യാരക്ടർ, ഓരോരുത്തരുടെ സൈക്കോളജി ബേസ്ഡ് ആണ് ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജിയും വർക്കൗട്ട് ആകുന്നത്. ചിലർ എനിക്കാണെങ്കിൽ സ്കാൽപ്പിങ് കുറച്ചുകൂടെ, അതായത് പെട്ടെന്നുള്ള ഒരു എക്സിറ്റ്, പെട്ടെന്നുള്ള എൻട്രി, അത് എനിക്ക് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിളാണ്. എനിക്ക് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് ആ ഒരു ട്രേഡ് പോകുന്നുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞില്ല, ഒരു ബൈ സെറ്റപ്പ് ട്രിഗർ ആയിട്ടുണ്ട്. ബൈ സെറ്റപ്പ് മാർക്കറ്റ് മുകളിൽ പോകുന്നുണ്ട്. പക്ഷേ ഞാനത് എടുത്തില്ല. കാരണം അത് പോയി എന്ന് നമുക്ക് നിരാശയും ആവശ്യമില്ല. കാരണം ഓക്കെ, നമ്മുടെ റൂൾ പ്രകാരം അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അവരവരുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർക്ക് വർക്കൗട്ട് ആകുന്നത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡറിൻ്റെ സക്സസ് അവിടെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി അതിനെയാണ് ഒരു എഡ്ജ് എന്നൊക്കെ സാധാരണ പറയുന്നത്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അവയുടെ ആ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് UAL. സോ UAL ഞാൻ എടുക്കാനൊരു കാര്യം റെസിസ്റ്റൻസ് ആണ്. പക്ഷേങ്കിൽ അത് പോകുന്നുണ്ട്. ഓക്കെ, നോ ഇഷ്യൂ. അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാം, അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ആസ് എ ട്രേഡർ നമ്മൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. നമ്മുടെ റൂള് പ്രകാരം
മാത്രം ട്രേഡ് എടുക്കുക. മാർക്കറ്റ് പോകാം, നമ്മുടെ പ്രൈസ് എക്സിക്യൂട്ട് ആകാതെ പോകാം, ഓക്കെ, നോ ഇഷ്യൂസ്. നമുക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് കിട്ടാതെ പോകാം, നമ്മൾ ചാടി കയറി വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല ട്രേഡ്. നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ പ്രൈസ് വരുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് ഒരു സർട്ടൺ റിസ്ക് വെച്ച് എക്സിക്യൂട്ട് ചെയ്യുക. എപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ഇടുക. ഞാനിപ്പോൾ എടുക്കുന്ന ട്രേഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ട്രേഡ് എടുത്ത ഉടനെ തന്നെ സ്റ്റോപ്പ് ഇടുന്നതായിരിക്കും. കാരണം റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ, അപ്പം നമ്മുടെ സെറ്റപ്പ് വന്നാൽ നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ട്രേഡ് ഞാൻ അവോയ്ഡ് ചെയ്തത്. ആ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കൂടുതൽ റിസ്ക് വെക്കേണ്ടി വന്നു, അതുകൊണ്ട് ആ ട്രേഡ് അവോയ്ഡ് ചെയ്തു. സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ സെറ്റ് ഓഫ് നമുക്ക് റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എഡ്ജ് കിട്ടും മാർക്കറ്റിൽ. ആ എഡ്ജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കുറേ വർഷം വേണ്ടി വരും, ഓക്കെ, ബട്ട് ഇതൊരു പ്രാക്ടീസാണ്. പ്രാക്ടീസ് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ കുറേ ആൾക്കാർ 1 വർഷം 2 വർഷം ആകുമ്പോഴത്തേക്കിന് വർക്കൗട്ട് ആകുന്നില്ലാന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെങ്കിൽ തിങ്ക് ഒരു 2.5-3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിന് റിസൾട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. സോ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും. അങ്ങനെ തന്നെയാണ് വിജയം ഉണ്ടാകുന്നത്. പകുതി വെച്ചിട്ടിട്ട് പോകാതെ ഒരു മിനിമം ഒരു 4-5 വർഷം ട്രൈ ചെയ്യുക. ഓക്കെ, സോൺ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ. 173 ഒരു ഓൾ നമ്പറാണ്, പക്ഷെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു ഡെയിലി 200 കൂടെയാണ് അവിടെ. പക്ഷെ ഒരു സെൽ സെറ്റപ്പ് ട്രേഡാണ്. ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണ്. ഡേ ലോ ബ്രേക്ക് ചെയ്താൽ ഒരു ഡെയിലി 200-ലോട്ടാണ് അത് പോകുന്നത്. അതിൻ്റെ ഒരു ഓൾ നമ്പറോടെയാണ്. റിജക്ഷന് സാധ്യതയുണ്ട്. ഇത് അവിടെ റിജക്ഷൻ എടുക്കുന്നു. ലോ റിജക്ഷൻ എടുത്തുക. നമ്മൾ ആ ഒരു 173 സോണിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ പോവും. അപ്പോൾ ഓൾറെഡി 1-to-1 മേളിൽ പോയേനെ. ബ്രേക്ക് ഈവൻ. ഞാനത് ട്രൈ ചെയ്തില്ല. ഇതാക്കണം. നമ്മൾ ഡെയിലി ഇത് കണ്ടാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആകുന്നത്. മനസ്സിലായില്ല. ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെ എടുക്കുമെന്ന് നമുക്കൊരു ഏകദേശം ഐഡിയ നമുക്കുണ്ട്. മാർക്കറ്റ് അവിടെ ഒരു ചെറിയ റിജക്ഷൻ എടുക്കാൻ സാധാരണ ഒരു നോർമൽ ട്രേഡർ ആണെങ്കിൽ ഇത് സെല്ല് ചെയ്യും. കാരണം ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണ്, ഒരു ഇപ്പോൾ അത് താഴോട്ട് പോകും, സെല്ലിങ് ചെയ്യാം എന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ സോ അങ്ങനെയല്ല. പക്ഷേ അതിൻ്റെ ഒരു ഡെയിലി 200 എന്ന് പറയുന്നത് പവർഫുൾ ആണ്. അത് തന്നെയല്ല, ഒരു ഹോൾ നമ്പർ 173 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, നല്ല ഒരു ഹോൾ നമ്പർ കൂടിയാണ്. അപ്പം 200 വരുമ്പോൾ അവിടെ നിന്ന് ചെറിയ റിജക്ഷൻ എടുക്കാം. സെല്ല് ചെയ്ത് കൂടാന്നില്ല, അടുത്ത് സെല്ല് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ആ ഒരു സോണിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു 20 സെൻറ്റ് റിസ്കിൽ ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. 3-ാമത്തെ 4-ാമത്തെ ബാറിലാണ് ഈ ഒരു ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് എടുത്തേനെ. സോ സപ്പോർട്ടിലേക്കാണ് പോകുന്നത് മാർക്കറ്റ്. ഡെയിലി 20 MA ഹോൾ നമ്പർ 150. എവിടെയാണ് 115 എൻട്രി അല്ലേ? ചെറിയ റിസ്ക്കാണ്. 84 ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്. 96 റിജക്ഷൻ വരണമെങ്കിൽ ആ ക്യാൻഡിൽ തന്നെ ഇപ്പോൾ റിജക്ഷൻ വരേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ ആ റിജക്ഷൻ വരുന്നില്ല. റിസ്ക് ഞാൻ കുറച്ചു. അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ എങ്ങനെയാണ്? 46, 14, 40, 48. ഈ ഒരു ചെറിയൊരു ചാൻസ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഔട്ട്. $8. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോപ്പ് ഇട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെ പോയ, സ്റ്റോപ്പ് ഇട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എവിടെ പോയത്. ഞാനിവിടെ സ്റ്റോപ്പ് ഇടാതെ നമുക്ക് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. 2 ട്രേഡുകളാണ് നമ്മുടെ. ഒന്ന് നമ്മുടെ ചെറിയൊരു 1-to-1 നമ്മളെടുത്തത് LBS, പിന്നെ ഒരു ചെറിയ